ലൈറ്റ് ഷോപ്പിൽ ഡിറ്റക്റ്റീവുമായി ജങ് സംസാരിക്കട്ടെ. നമുക്ക് യോങ്ജി ജോലി ചെയ്യുന്ന യൂജിൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി വരാം. അവിടേക്ക് ഒരാൾ വണ്ടി ഓടിച്ചെത്തുകയാണ്. സുഗു. ആളൊരു മോർട്ടീഷ്യനാണ്. മൃതദേഹം സംസ്കാരത്തിനായി ഒരുക്കുന്നയാൾ. ഇപ്പോൾ വന്നിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. ഇതിനായുള്ള പ്രത്യേക റൂമിലെത്തി അവിടെ നിലവിൽ ഒരുക്കേണ്ട ഒരു സ്ത്രീയുടെ മൃതദേഹവും മൂടിവെച്ചിട്ടുണ്ട്. കൂടാതെ അവരെ ധരിപ്പിക്കേണ്ട വസ്ത്രവിധാനങ്ങളും ഷോപ്പെട്ടിയുമുണ്ട്. സുഗു വന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഷോപ്പെട്ടിക്ക് കുറച്ച് കേടുപാടുണ്ടെന്ന് തന്റെ സഹായിയായ പെൺകുട്ടിയോട് പറയുന്നത് കേട്ട്, അവർ നിലവിൽ ഏതാണ് അവസാന പെട്ടിയെന്ന് പറയുന്നത് കേട്ട്, നമുക്ക് തൽക്കാലം അവരെ ഒരുക്കി മോർച്ചറിയിൽ തന്നെ വെക്കാമെന്നും സംസ്കാര ചടങ്ങിന്റെ അന്ന് മറ്റൊരു നല്ല ഷോപ്പെട്ടിയിൽ കിടത്തി അയക്കാമെന്ന് പറയുമ്പോൾ, എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് സഹായി പോയി ആ സ്ത്രീയെ വൃത്തിയാക്കി എടുക്കുന്നു. എന്ത് ജോലിയാണേലും അതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, അതാണ് പ്രധാനം. ഇവരുടെ ഈ സംഭാഷണം കേട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. ഒരുപക്ഷെ മോർച്ചറി അനുഭവം എനിക്കുണ്ടായതുകൊണ്ടായിരിക്കാം. അങ്ങനെ സഹായി സ്ത്രീയുടെ ശരീരം തേച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരിൽ ശ്വാസം പുറത്തുവിടുന്ന മുരൾച്ച കേട്ടവർ വെപ്രാളപ്പെടുന്നത് കണ്ട് സുഗു എന്തു പറ്റിയും തിരക്കുമ്പോൾ അവർ മരിച്ചിട്ടില്ലെന്നും ജീവനുണ്ടെന്നും ഇപ്പോൾ ശ്വാസം വിട്ടെന്നും പറയുന്നത് കേൾക്കുന്നതും സുഗു പറയുന്നു, നീ ഒച്ച വയ്ക്കാതെ, അവർ കേൾക്കുമെന്ന്. ഇതിപ്പോൾ എന്താ കഥ? സുഗു തുടരുകയാണ്. അവർ മരിച്ചെങ്കിലും ജഡമായിട്ടില്ല. മരിച്ചാലും അവർ മനുഷ്യർ തന്നെയാണ്. വീണ്ടും ശ്വാസം പുറപ്പെടുവിക്കുന്നത് കണ്ട് ഞെട്ടുന്ന സഹായിയോട് അത് ഉള്ളിൽ കിടപ്പുള്ള വായു മരിച്ചവരുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ ശേഷം പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് മൃതദേഹത്തോട് ക്ഷമ ചോദിപ്പിച്ചു വിടുന്നു. സുഗു അവരുടെ വായിലെ പഞ്ഞി കുറച്ച് ഉള്ളിലേക്ക് തിരികെ വീണ്ടും കയറ്റി അടച്ച ശേഷം കാലൊക്കെ കവർ ചെയ്ത് റെസ്റ്റ് കഴിഞ്ഞെത്തുന്ന സഹായിമൊത്ത് പാവനമായ വസ്ത്രമെല്ലാം ധരിപ്പിച്ച ശേഷം ഇവരുടെ ബന്ധുക്കളെ വിളിക്കാനായി സഹായിയെ പറഞ്ഞു വിട്ടിട്ട് സുഗു അവിടെ നിന്ന് അവിടെ നഖം പെട്ടി വൃത്തിയാക്കുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം, ഞാൻ മരിച്ചതാണോ? ആ മൃതദേഹത്തിൽ നിന്നാണ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ അവിടെയെങ്കിൽ തറയിൽ വീണ് കിടക്കേണ്ട സമയം. എന്നാൽ സുഗു ഒരു ഭാവമാറ്റവുമില്ലാതെ തിരിച്ചു മറുപടിയും കൊടുക്കുകയാണ്, അതേ എന്ന്. എനിക്കിപ്പോൾ മരിക്കാൻ കഴിയില്ലെന്നും ദയവ് ചെയ്ത് ഞാൻ മരിച്ചില്ലെന്ന് പറയൂ. എന്നാൽ മരിച്ച സ്ത്രീ വീർപ്പുമുട്ടി പറയുമ്പോൾ, ഇത് നിന്റെ വിഷമമാണ്, നീ സമാധാനത്തോടെ കടന്നു പോകണം. ഞാൻ കണ്ടിട്ടുള്ള മിക്കവരും ഇതുപോലെ തന്നെയാണ്, ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും എന്ന് സുഗുവിൻ്റെ ആശ്വാസപ്പെടുത്തൽ. താൻ ഇപ്പോൾ പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്, എനിക്കെന്ത് സംഭവിക്കും? നിങ്ങൾ നല്ലൊരു സ്ഥലത്തെത്തും. എവിടെയാണ്? എല്ലാവരും ആവലാതികളെ മറികടന്ന് സ്വസ്ഥതയിലേക്ക് പോകുന്ന ഒരു സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് പുറത്തെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റുമ്പോൾ ഉടൻ അവർ പറയുകയാണ്, സാറേ, ഇതിനുള്ളിൽ ഇരുട്ടാണ്. ഉടനെ നീ പ്രകാശമുള്ള ലോകത്തേക്ക് എത്തിപ്പറ്റും. ഇതിൽ ഞാൻ ഒറ്റയ്ക്കാണോ? അതെ. ദൈവമേ, വിശ്രമിക്കുക. നീ നല്ലൊരു സ്ഥലത്തെത്താനാണ് പോകുന്നത്. ഇവിടം നീ മറക്കും. ഞാൻ മറക്കുമോ എല്ലാം? അതിന് മറുപടിയില്ലാതെ സുഗു അടച്ച് ഫ്രീസർ ഓണാക്കി പോകുമ്പോൾ അതിനുള്ളിൽ ആ സ്ത്രീയുടെ കരച്ചിൽ. ബോക്സിന് പുറത്തായി അവരുടെ പേര് വിവരങ്ങളും. പേരാകട്ടെ ജങ് യുഹി. എന്തോ ഒരു വല്ലാത്ത അവസ്ഥ ഈ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ. പോട്ടെ. യോങ്ജി നൈറ്റ് ഷിഫ്റ്റിനായി എത്തി വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന വഴി അവിടെയുള്ള സംസ്കാരം നടത്തുന്ന ഹാളിന് മുൻപിലായി നല്ല വിഷമത്തോടെ ഇരിക്കുന്ന 3 ആണുങ്ങളെയും ഒരു പ്രായം ചെന്ന സ്ത്രീയെയും കണ്ട് നേരെ കാർ പാർക്ക് ചെയ്ത ശേഷം ഇറങ്ങി നടക്കുമ്പോൾ പിറകിലാലോ നിൽക്കുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയിട്ട് ലിഫ്റ്റിലേക്ക് കയറാനായി നിൽക്കുമ്പോൾ ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നു. ആകെ നനഞ്ഞു കുളിച്ചത് രീതിയിൽ ഒരു ബസ് ഡ്രൈവറുടേതുപോലുള്ള യൂണിഫോമൊക്കെ ധരിച്ചുകൊണ്ട്. ഇരുവരും ലിഫ്റ്റിൽ കയറി യോങ്ജി ICU ഫ്ലോറായ 8ാം നിലയിലേക്ക് ഞെക്കി അയാളോട് എത്രാമത്തെ ഫ്ലോറെന്ന് ചോദിക്കുമ്പോൾ 8ാമത്തേതെന്ന് അയാളും. കുറച്ചൊന്ന് മൗനത്തോടെ നിന്ന ശേഷം താനിവിടെ ജോലി ചെയ്യുന്ന ആളാണെന്നും രാത്രിയിൽ അവിടെ സന്ദർശകർക്ക് അനുവാദമില്ലാത്ത സമയമാണെന്നും പറയുമ്പോൾ ആക്സിഡന്റ് ആയതും ക്രിട്ടിക്കലി ഇൻജേർഡ് ആയതുമായ കുറെ പേഷ്യൻസ് അവിടെ ഉണ്ടോ എന്നും അവരുണരുമോ എന്നും അയാൾ ചോദിക്കുന്നു. യോങ്ജി മനസ്സ് തുറന്ന് തനിക്ക് ഉറപ്പില്ലെന്നും അവരെല്ലാം ഗുരുതര പരിക്കുകളോടെ കിടക്കുന്നവരല്ലേ എന്നും പറയുന്നത് കേട്ടപാടെ അയാൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം വരുന്നതിന് പിറകെ ഇനിയെല്ലാം രോഗികളുടെ മനഃശക്തിയിലാണിരിക്കുന്നതെന്നും പറയുന്നത് കൂടി കേട്ടതോടെ അയാൾ എക്സ്ട്രീം നിരാശാഭാവത്തിൽ ഏങ്ങി കരയാൻ ആരംഭിക്കുമ്പോഴേക്കും ആ ലിഫ്റ്റിൽ വെള്ളം ഒഴുകുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളിൽ നിന്നും പൈപ്പ് തുറന്നു വിട്ട പോലെ വെള്ളം ഒഴുകുന്നത് കണ്ട് പേടിച്ച് വെപ്രാളപ്പെടുന്നതിനെ തുടർന്ന് നിമിഷ നേരം കൊണ്ട് ലിഫ്റ്റ് പൂർണ്ണമായും വെള്ളത്താൽ നിറയുന്നതോടെ യോങ്ജി അതിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ പെട്ടെന്ന് 8ാം നിലയിലെത്തിയ റിംഗ് കേൾക്കുമ്പോൾ യോങ്ജി ലിഫ്റ്റിൽ ഒറ്റയ്ക്കാണ്. വേറെ ആരുമില്ല. വെറുമൊരു തോന്നലായിരുന്നെന്ന് മനസ്സിലായെങ്കിലും ഒരു മൂകതയോടെ യൂണിഫോം ധരിച്ച് വാർഡിലേക്ക് വന്ന് തന്റെ ഡ്രോവറിൽ നിന്ന് ഹെഡ്സെറ്റും ഐപാഡും എടുത്ത് അവിടെ കിടപ്പുള്ള ഒരു രോഗിയുടെ ചെവിയിലേക്ക് തിരികെ പാട്ട് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഇരിപ്പുള്ള ഹെഡ് നഴ്സിനൊരു ഫോൺ കോൾ വരുന്നതിനെ തുടർന്ന് യോങ്ജിയെ വിളിച്ച് ഒരു ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടെന്നും ICU റെഡിയാക്കാനും പറയുന്നു. ICUവിൽ ബോധമില്ലാതെ കോമയിൽ കിടക്കുന്ന രോഗിക്ക് യോങ്ജി ഇങ്ങനെ പാട്ട് വെച്ച് കേൾപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ലൈറ്റ് ഷോപ്പ്. എല്ലാവരും ആകാംക്ഷയോടെ കയറാൻ കാത്തു നിൽക്കുന്ന സ്ഥലം. അവിടേക്ക് കയറുകയാണ്. വന്നതിൻ്റെ ഉദ്ദേശം തിരക്കുന്ന ജങ്ങിനോട് താൻ 30-35 വയസ്സ് പ്രായമുള്ള ഒരാളെ തേടി വന്നതാണെന്നും അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് സാംസൺ ചോദിക്കുമ്പോൾ അങ്ങനെ ആരെയും കണ്ടിട്ടില്ലെന്ന് റീപ്ലൈ. ഇത് കേട്ട് സാംസൺ അവനെന്തായാലും ഈ വെളിച്ചത്തിൽ എവിടെയും പോയി ഒളിക്കില്ലെന്നും പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ട്, വെട്ടത്തിൽ നിർത്തിയാൽ അവൻ്റെ കണ്ണുകൾ പൂച്ചയുടേതുപോലെ തിളങ്ങും എന്ന് പറയുന്നതും സാംസന്റെ ഒരു കണ്ണ് വല്ലാത്ത രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞും ശീൽക്കാരത്തോടെ കറങ്ങുന്നു. തലയാട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം ജങ് നോക്കിയിരുന്നിട്ട്
അവനിവിടെ എത്തിയിട്ടില്ലെന്നും അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്താണെന്നും തിരക്കുമ്പോൾ ഇവിടുത്തെ പ്രകാശം കൊണ്ടീക്കട പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ചാവാറായ ലൈറ്റ് നോക്കി നിൽക്കുമ്പോൾ കടയെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചെന്നുള്ള ജങ്ങിന്റെ വാക്കുകൾ കേട്ട് സാംസൺ അവൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിന് ഭയങ്കരമായ ശബ്ദമായിരുന്നുവെന്നും ആ ശബ്ദത്തെ പിന്തുടർന്നാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നും നിങ്ങൾ ആ വണ്ടിയുടെ ശബ്ദം കേട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതുമില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന രീതിയിൽ ഇറങ്ങാൻ നേരം തകർത്തു പെയ്യുന്ന മഴ കണ്ട് ജങ് കുടയില്ലാതെ നിങ്ങൾ നനയത്തേയുള്ളൂവെന്നും കുറച്ചു നേരം കൂടി ആകെ തുറന്നിരിക്കുന്ന സ്ഥലമായി എവിടെ നിൽക്കാനും പറഞ്ഞിട്ട് നിങ്ങൾ തിരക്കി പോകുന്ന അയാൾ ചിലപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയേക്കാമെന്നൊരു മോട്ടിവേഷണൽ ടോക്കും. ട്രാഫിക് ആക്സിഡന്റിൽ പെട്ട അയാളെ ഒടുവിൽ ഐസിയുയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ആ അപകടത്തിൽ 2 പേർക്കാണ് അപകടമുണ്ടായത്. ഒരു പേഷ്യന്റിനെ വാർഡിൽ കിടത്തിയിരിക്കുകയാണ്. കാരണം ഐസിയുയിൽ സ്ഥലമില്ല. കമ്പ്യൂട്ടർ മോണിറ്ററിൽ നിലവിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കിയിരിക്കുന്ന ഹെഡ് നേഴ്സ് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു നഴ്സുമാർ പെട്ടെന്ന് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനെക്കുറിച്ചും അതുമൂലം പുതുതായി വരുന്ന രോഗികളെ ചികിത്സിക്കാനുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചും എന്നാൽ പുതുതായി നഴ്സുമാരെ നിയമിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊരു അനക്കവുമില്ലെന്നും പരിഭവിക്കുന്നു. ആ ഒരു ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പുതിയ രോഗികൾക്ക് സൗകര്യമില്ലാത്തതെന്നും ഏതോ ഒരു ആക്സിഡന്റിനെ കുറിച്ച് നഴ്സ് സുഷമ പറയുമ്പോൾ മറ്റൊരു നഴ്സ് നിലവിലോടെ കിടപ്പുള്ള കുടിയനായ പേഷ്യന്റിന്റെ സ്ഥിതി ഭേദമായിട്ടുണ്ടെന്നും അയാളെ വാർഡിലേക്ക് മാറ്റാവുന്നതാണ്, മാത്രമല്ല ഇയാളെ ഡിസ്ചാർജ് ചെയ്താലും വീണ്ടും കുടിച്ചിവിടെ തന്നെ എത്തും. ഇയാൾക്കൊക്കെ വേണ്ടി നമ്മളത്ര ടൈറ്റായ സമയത്ത് മറ്റുള്ളവരെ തഴയണമെന്ന് ചോദിക്കുന്നത് കേട്ട് ഹെഡ് നേഴ്സ് ആ വാക്കുകളെ എതിർത്തുകൊണ്ട് എന്തൊക്കെയായാലും അവരിപ്പോൾ നമ്മുടെ രോഗികളാണെന്നും അങ്ങനെയൊന്നും സംസാരിക്കരുതെന്നും പറഞ്ഞ് പോയി ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറയുന്നത് കേട്ട് അവരെല്ലാം സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുമ്പോൾ ഈ സംഭാഷണങ്ങളെല്ലാം ഒരു മൂലയ്ക്ക് കേട്ടുകൊണ്ട് മാത്രമിരുന്ന യോങ്ജി നേരെ ഹെഡ് നേഴ്സിന് അടുക്കലേക്ക് വന്നിരുന്നിട്ട് ആ കുടിയനായ പേഷ്യന്റിനെ വാർഡിലേക്ക് മാറ്റാനുള്ള ജോലി താൻ ചെയ്തോട്ടെന്ന് ചോദിക്കുന്നത് കേട്ട് റീസൺ തിരക്കുമ്പോൾ അയാളുമായി ഒന്ന് സംസാരിക്കാനാണെന്നും അയാളെ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കയറ്റിയ കുടിയൻ ഡ്രൈവറെയാണ് ഓർമ്മ വന്നതെന്നും പറയുന്നത് കേട്ട് അതേക്കുറിച്ച് എന്തിനാണ് അയാളോട് സംസാരിക്കുന്നത് ഹെഡ് നേഴ്സ്? അതേക്കുറിച്ചല്ല, അതിനുശേഷം നടന്നതേക്കുറിച്ചാണ്. ചേച്ചിക്കറിയാം അതെന്താണെന്നും. ഇത് കേട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് സ്നേഹത്തോടെ പോയിട്ട് വരാൻ പറയുന്നു. യോങ്ജി ആക്സിഡന്റായി ആശുപത്രിയിലെത്തിയ സമയം അവളെ രക്ഷിക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നവരാണ് ഈ ഹെഡ് നേഴ്സ്. അതുകൊണ്ട് തന്നെ ഇരുവരിലും നല്ലൊരു ഡീപ്പ് കണക്ഷൻ നമുക്ക് കാണാം. ഹെഡ് നേഴ്സിനെ ചുറ്റിപ്പറ്റി ശ്രദ്ധിച്ച മറ്റൊരു പ്രധാന കാര്യം, അവർ സുന്ദരിയാണ്. JK, അവർ നോക്കുന്ന മോണിറ്ററിൽ നിരീക്ഷിക്കുന്ന രോഗികളുടെ എണ്ണം 8 അതിൽ 6 മഞ്ഞയും 2 പിങ്കുമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ 2 കുറച്ചധികം സീരിയസ് ആണെന്ന് തോന്നുന്നു. ഇതേസമയം തോരാമഴയിൽ അപ്പാർട്ട്മെന്റിലേക്ക് വെച്ചു പിടിക്കുന്ന കുഞ്ചുവിനടുക്കലേക്ക് വീണ്ടും ലിജി എത്തുകയാണ്, സാംസൺ നൽകിയ കൂട്ടം ധരിച്ചുകൊണ്ട്. കണ്ടപാടെ കുഞ്ചു ഒന്ന് പേടിച്ചു നിൽക്കുമ്പോൾ നീ എന്നെ മുൻപ് കണ്ടിട്ടില്ലേ എന്നും ഇപ്പോൾ കാണുന്നില്ലേ എന്നും അവരുടെ ചോദ്യം. മുൻപത്തെ ആ ഹൈ ഹീൽസ് ലേഡിയുടെ സംഭവത്തിനു ശേഷം ആരെ കണ്ടാലും പേടി തോന്നുന്ന കുഞ്ചു ഓർത്തെടുത്ത് ഞങ്ങളുടെ ഫ്ളാറ്റിനോട് ചേർന്ന് താമസിക്കുന്ന അയൽവാസിയല്ലേ എന്ന് ചോദിക്കുന്നു. കുഞ്ചു അന്ന് കണ്ടതവർ ബാഗുമായി അതിലെ നടക്കുന്നതായിരുന്നല്ലോ, അതിന് പിന്നിൽ നടന്നൊന്നും അറിയുന്നില്ലല്ലോ. ലിജി ലൈറ്റ് വാങ്ങാനെത്തിയതാണോ എന്ന് തിരക്കുമ്പോൾ അതേ എന്ന് കേട്ട് ഇന്നലെ നീ മേടിക്കാൻ പോയില്ലേ, എപ്പോഴും പോകാറുണ്ടല്ലോ എന്നുള്ള സംസാരത്തിൽ അമ്മ മേടിക്കാൻ വിട്ടാണെന്ന വാക്കുകൾ കേട്ട് സുരക്ഷിതമായി പോവാൻ പറഞ്ഞ ശേഷം തലയൊന്ന് കുനിച്ച് നിന്നിട്ട് അവളെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ കുഞ്ചുവിനെ പിന്തുടരുകയാണവർ. എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് അവരിലെന്ന കണ്ണിൽ തെളിഞ്ഞു കാണാം. യോങ്ജി ആ രോഗിയുമായി വാർഡിലേക്ക് നീങ്ങുന്നു. മദ്യപാനം നിർത്താനും ഹാനികരമെന്നൊക്കെ ഉപദേശിച്ച ശേഷം അയാളന്ന് ബെഡിൽ കിടന്ന് പിച്ചുമയും പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അന്ന് ആരെയാണ് കണ്ടതെന്ന് യോങ്ജി ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ കാണുകയാണ് മുൻപ് യോങ്ജി ഡോക്ടറോടൊപ്പം നിന്നപ്പോൾ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ട ആ കാഴ്ച. അടുത്തേക്ക് വരരുതെന്നും അഴുക്കാക്കലെന്നുമൊക്കെ അയാൾ വളറുമ്പോൾ മുന്നിൽ മറ്റൊരാൾ നിൽപ്പുള്ള കാഴ്ച. അതയാളാണ് മുൻപ് മോർച്ചറി തിരക്കിയ ആൾ. വസ്ത്രമാകെ മണ്ണും പൊടിയുമായി നിൽക്കുന്ന ആ കാഴ്ച താനും കണ്ടിരുന്നെന്നും വളരെ ക്രിട്ടിക്കലായ രോഗികളിലാണ് ഇങ്ങനെ സ്വബോധമില്ലാതെ സംസാരിക്കുന്ന രീതി ഉണ്ടാക്കുന്നതും താനും വലിയൊരു അപകടം തരണം ചെയ്ത അയാളാണെന്ന് പറഞ്ഞ് യോങ്ജി തുടരുന്നു. ആൾക്കാരെയോ സ്ഥലത്തെയോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എന്തൊക്കെയോ കേൾക്കുന്നതും കാണുന്നതുമായ ഹാലൂസിനേഷൻസും. ICU എന്നത് ജീവിതത്തിനെയും മരണത്തിനെയും കവച്ചു വെച്ചിട്ടുള്ള ഒരതിരാണെന്നും നിരവധി ആൾക്കാർ അതിന്റെ വാതിൽ കടന്നു പോകും. ചിലർ ജീവനോടെയും മറ്റു ചിലർ പിണമായും എന്ന് പറഞ്ഞ അയാളെ വാർഡിൽ കൊണ്ടു കിടത്തി ലൈറ്റ് അണിച്ചു പോകാൻ നേരം ഇരുട്ടുപേടിയെന്ന് വെപ്രാളപ്പെടുന്നത് കണ്ട് യോങ്ജി ഉടൻ ചെന്നൊരു കൊച്ചു ലൈറ്റ് ഇട്ടിട്ടും വരയ്ക്കുന്നത് കണ്ട് അടുത്തു വന്നിരുന്ന് പറയുന്നു താനും പലരെയും കാണാറുണ്ടെന്ന്. എന്നിട്ട് തലയിലെ വലിയൊരു പാട് കാണിച്ച് മുമ്പുണ്ടായ കാറപകടത്തെക്കുറിച്ചും തലച്ചോറിനേറ്റ ക്ഷതം മൂലം അബോധാവസ്ഥയിലായതെക്കുറിച്ചും ജീവിക്കാത്തതും മരിക്കാത്തതുമായ ഒരു സാഹചര്യം ഉണ്ടായതെക്കുറിച്ചും. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ബോധം വീണ ശേഷം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പിച്ചും പേയും പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അന്നു മുതൽ ആരെയൊക്കെയോ കാണാൻ തുടങ്ങി. രോഗി ഇത് കേട്ട് ആരെന്ന് പേടിയോട് ചോദിക്കുമ്പോൾ അവരാരെന്നൊരിക്കലും അറിയാൻ കഴിയില്ല. എത്ര സൂക്ഷിച്ചു നോക്കിയാലും മനുഷ്യരാണോ അല്ലയോ എന്ന്. അവർ ഡിഫറൻ്റാണ്, പക്ഷെ പ്രേതമാണോ അറിയില്ല. ഡെസ്കിലിരുന്നപ്പോൾ കണ്ട പോലെ, ബാത്റൂമിലിരുന്നപ്പോൾ കണ്ട പോലെ, ലിഫ്റ്റിൽ വെച്ച് കണ്ട പോലെ, ശ്മശാന കവാടത്തിന് മുന്നിൽ കണ്ട പോലെ. അതെ, അവിടെയുള്ള ഒരാൾ മനുഷ്യനല്ലായിരുന്നു. യോങ്ജിയുടെ കണ്ണുകൾ വഴി നമ്മൾ കണ്ട ആ കാഴ്ചയിൽ വിഷമിക്കുന്ന 3 ആണുങ്ങളുടെ അടുത്തിരുന്ന് പരിഭവിക്കുന്ന ആ അമ്മ അത് മനുഷ്യനല്ല. മൂവരും കരയുന്നത് ആരെ ഓർത്തായിരുന്നോ അവരായിരുന്നത്. എന്നാൽ നിങ്ങൾ കണ്ട ആളെ എനിക്കറിയാമെന്ന് യോങ്ജി രോഗിയോട് പറഞ്ഞിട്ട് ആ മോർച്ചറി തിരക്കിയ ആളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. എനിക്കാദ്യം മനസ്സിലായില്ല.
എങ്ങനെ അയാൾ അവിടെ എത്തി? ഇതിനുള്ള മറുപടി നമ്മളെ വായും പൊളിച്ചിരുത്തുകയാണ്. അയാൾ അവിടെ കിടപ്പുള്ള ഒരു രോഗി തന്നെയായിരുന്നു. അബോധാവസ്ഥയിൽ നിമിഷങ്ങൾ മാത്രം ശേഷിച്ചു കിടന്ന ഒരാൾ. അന്ന് മോർച്ചറി തിരക്കിയപ്പോൾ പെട്ടെന്നൊരു പേഷ്യൻ്റ് ക്രിട്ടിക്കലായതായി കണ്ടത് അതേ ആൾ തന്നെയായിരുന്നു. തന്നാൽ കഴിയുന്ന പോലെ ചെയ്യാനായി പാട്ടിട്ട് കേൾപ്പിച്ചു. കടമെടുത്ത് വീട്ടാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് ജീവനോടെ കുഴിച്ചു മൂടിയ സാഹചര്യത്തിൽ നിന്നും കൊണ്ടുവന്നത് മൂലമായിരുന്നു അയാളുടെ വസ്ത്രത്തിൽ ചെളിയും പൊടിയും കണ്ടത്. യോങ്ജി അതേ ആളുടെ തന്നെ ചെവിയിൽ നിന്ന് മണ്ണിന്റെ അംശം നീക്കിക്കൊണ്ട് അന്ന് മോർച്ചറി തിരക്കിയതിന്റെ കാരണം തനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂവെന്നും കുടുംബത്തിനൊരു ഭാരമാവാതിരിക്കാനല്ലേ എന്നും വെറുതെ സംസാരിച്ചുകൊണ്ട് ഇതേപോലുള്ള അവസ്ഥയിൽ കടന്നുപോയ തനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നുവെന്നും എന്നാൽ ജീവിക്കാനുള്ള മനഃശക്തി നൽകിയ ഒരാളെന്ന് ഭാഗ്യത്തിന് തൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, ഹെഡ് നേഴ്സ് തന്നെയാണ്. അന്ന് നേഴ്സായിരുന്ന അവർ യോങ്ജി ഇപ്പോൾ ചെയ്യുന്നത് പോലെ അവൾക്ക് നല്ല പാട്ടുകൾ കേൾപ്പിച്ചു കൊടുത്തു. ധൈര്യമായിരിക്കെന്നും ഞാനുണ്ടെന്നും പറഞ്ഞ് യോങ്ജി അയാൾക്ക് ഇട്ടുകൊടുക്കുന്ന പാട്ട് വേറൊന്നുമല്ല, ആ കാറ്റിനെക്കുറിച്ചുള്ള ഗാനം. ജീവൻ ഇടവഴിയിലൂടെ പാടി നടക്കുന്നതായി കേട്ട അതേ ഗാനം. ദൈവമേ, ഇതെങ്ങോട്ടേ വരുത് കൊണ്ടുപോണേ. അങ്ങനെ കുടിയനായ രോഗിയോട് കടക്കാരനായ രോഗിയുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥയിലാണ് നിങ്ങളെന്നും അർത്ഥം. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വന്തം ആരോഗ്യം സൂക്ഷിക്കുക എന്ന് യോങ്ജി അയാൾക്ക് നല്ലൊരു വെളിപാട് നൽകി പോകുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞ സീരിയസ് ആയി കിടന്ന രോഗിയുടെ ആത്മാവാണ് യോങ്ജിയുടെ മോർച്ചറി തിരക്കിയത്. എന്നാൽ ഇതേ രോഗി എന്തിനാന്ന് ലൈറ്റ് ഷോപ്പിലെത്തി? അയാൾ കിട്ടി നൽകിയ കാറ്റേ നീ വീശിയപ്പോൾ പാട്ട് തന്നെ പാടി നടക്കുന്ന ജീവനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സസ്പെൻസ് ഏത്തതേ. കുഞ്ചു തനിക്കുണ്ടായ റെഡ് ഹീൽസ് ലേഡി ഹൊറർ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഷോക്ക് വിട്ടുമാറാതെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പിറുപിറുത്തുകൊണ്ട് അവിടെയുള്ള കടക്കാരനെയൊക്കെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഹേയ് നിൽക്ക്! പെട്ടെന്ന് ഇരുട്ടത്ത് നിന്നൊരാൾ വിളിച്ചു നിർത്തി ഇവിടെങ്ങാനും ഒരു പട്ടിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. കുഞ്ചു വിരണ്ടു നിൽക്കുവാണ്. ആ പന്നപ്പട്ടി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും എപ്പോൾ ഉറങ്ങാൻ കിടന്നാലും അതിന്റെ കുരയാണെന്നും പറഞ്ഞ് ഭ്രാന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് കുഞ്ചു മുൻപ് ജങ്ങിന്റെ നിർദ്ദേശമോർത്ത് അപരിചിതനാണോന്നറിയാൻ സൂക്ഷിച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോഴാകട്ടെ അയാൾ ഐസിന്റെ അംശമൊക്കെയായി തണുത്ത് വിറച്ചു നിൽക്കുന്നു. നമ്മുടെ ബിജുവാണത്. പട്ടിയുടെ ശബ്ദം ദേ ഇപ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞ് നീ എവിടെ വിളിച്ചിരിക്കുന്നടാ നായ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ കുഞ്ചു മുൻപ് പറഞ്ഞ പോലെ അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞതാണെന്ന് പറയുന്നത് കേട്ട പാടെ ഓ ആണാ, എന്നാ പോ, ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് വീട്ടിൽ പോ എന്ന് ബിജു പറയുന്നത് കേട്ട് ഉടൻ തന്നെ ഓടി അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റിലേക്ക് ചാടിക്കയറുന്നു. ഡോക്ടർമാരും നഴ്സും ഹെഡ് നഴ്സും ഒത്തൊരു പേഷ്യൻ്റെ സ്ഥിതി വിലയിരുത്തുകയാണ്. വൈറ്റൽസ് എല്ലാം നോർമലായിട്ടുണ്ട്. നല്ല കാര്യം. ഇയാൾ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു അതിശയമാണ്. എത്ര തവണയാണ് ഇയാൾ ക്രിട്ടിക്കലായത്? എന്ത് ശക്തിയാണ് ഇവനെ നിലനിർത്തുന്ന ഒരു പിടിയുമില്ല. സംസാരം നടക്കുമ്പോൾ പുറത്താരെ നോക്കി നിന്ന് കരയുന്ന പോലെ തോന്നി യോങ്ജി നിന്ന് നോക്കുമ്പോൾ ഹെഡ് നഴ്സ് അബോധാവസ്ഥയിൽ തന്നെ കഴിയുന്ന ഇയാൾക്ക് മനഃശക്തി എങ്ങനെ വന്നെന്ന് സംസാരിക്കുന്നത് കേട്ട് യോങ്ജി ഇപ്പോഴും അയാളിങ്ങനെ കിടക്കുന്നത് പുള്ളിയുടെ മനഃശക്തി കൊണ്ട് മാത്രമല്ലെങ്കിലോ. അങ്ങനെ നിൽക്കുമ്പോൾ ആശുപത്രിയുടെ ആ ബീപ് സൗണ്ടിൽ തന്നെ നമ്മളെ കാണിക്കുകയാണ് ലിജിക്ക് കുടയും പിടിച്ച് നടന്ന കിമ്മിനെ, മഴ തോരാൻ നോക്കി ലൈറ്റ് ഷോപ്പിൽ നിൽക്കുന്ന സാംസണെ, തണുത്ത് വിറച്ച് ചുറ്റും പരതുന്ന ബിജുവിനെ, മോർച്ചറി തിരക്കിയെത്തിയ ആ കടക്കാരനെ, വാതിലിന് മുന്നിൽ പെട്ടിരിക്കുന്ന സുമയെ, അടുത്തു തന്നെ മഴയിൽ നനഞ്ഞ് പുറത്തിരിക്കുന്ന ജീവനെ. ജീവൻ മുകളിലാരെ കണ്ടതുപോലെ വീണ്ടും കേഴുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ കാണുന്നില്ലേ നിങ്ങൾ? കുറേയായി ഞാൻ അലയുന്നു, എന്നെ രക്ഷിക്കൂ. അങ്ങനെ ഏങ്ങലടിക്കുമ്പോൾ ജീവന്റെ പാട്ട്, കാറ്റിന്റെ ആ പാട്ട് കേട്ട് അനക്കമില്ലാതെ കിടക്കുന്ന കടക്കാരനെ കാണുകയാണ് നമ്മൾ. ശാന്തമായ ആ ഗാനം. ഇത് ക്യാമറ അടുത്തേക്ക് ചലിക്കുന്നു. തൊട്ടടുത്ത് കിടപ്പുള്ള മറ്റൊരു പേഷ്യൻ്റ്, അതാ ചെറുക്കനാണ് ജീവൻ. തൊട്ടടുത്തായി സുമ, എൻ്റെ പൊന്നോ. ദേ ബിജുവും. അവിടുന്ന് നേരെ മറ്റൊരു സ്പേസിലേക്ക്. അവിടെ അതാ കിം. തൊട്ടിപ്പുറത്തായി നമ്മുടെ ഡിറ്റക്റ്റീവ് സാംസൺ. ഇജാതി ട്വിസ്റ്റ് ഞങ്ങൾ തയ്യാറല്ല. രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അവരെല്ലാം അപകടനില തരണം ചെയ്യാൻ കഷ്ടപ്പെടുന്ന ICU പേഷ്യൻസാണ്. അവരെല്ലാം കറങ്ങി നടക്കുന്ന ലൈറ്റ് ഷോപ്പ് അപ്പോഴോ ഒരു ഫാൻറ്റസി വേൾഡ്. യോങ്ജി പറഞ്ഞ പോലെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു ലിംബോ ലോകം. അവിടാണ് ആ ലൈറ്റ് ഷോപ്പ്. നിങ്ങൾ നട്ടുച്ചയ്ക്കുള്ള ഉറക്കത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊരു ട്വിസ്റ്റ്? അപാരം. അറ്റ് ദ സെയിം ടൈം ജീവന് വേണ്ടി പോരാടുന്ന അവരുടെ സഹതാപവും. എന്നാൽ ആ ലിംബോയിൽ ചുറ്റി നടക്കുന്ന കുഞ്ചു ഇക്കൂട്ടത്തിലില്ലല്ലോ. ICUവിൽ നിന്നൊരു ട്രാൻസിഷൻ വഴി നമ്മൾ കുഞ്ചുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയാണ്. അണയാറായതും കത്തിക്കിടക്കുന്നതുമായ പ്രകാശമുള്ള 6 മുറികൾ, ബാക്കിയെല്ലാം ഇരുട്ടിൽ. ഒരു വശത്തായി 3 പച്ച ബൾബുകളും. കുഞ്ചു തനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി പറയാൻ വെമ്പലോടെ അമ്മയെ വിളിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് കയറുന്നതും എണീറ്റിരിക്കുന്ന അമ്മയെ കണ്ട് എന്താ ഇത്ര ഇരുട്ടെന്ന് ചോദിക്കുന്നു. കുറേ ബൾബുകളും ഉപയോഗശൂന്യമായി വേസ്റ്റ് ബിന്നിൽ കിടക്കുകയാണ്. അതെല്ലാം കുഞ്ചു മേടിച്ചിട്ട് വന്നതാണ്. മിണ്ടാതിരിക്കുന്ന അമ്മയോട് ബൾബ് മേടിക്കാത്തത് കൊണ്ടാണോ എന്ന് തിരക്കി. ഞാൻ മറന്നതല്ലെന്നും ഈ പെരുമഴയത്ത് മേടിക്കാൻ പോയതാണ്, പക്ഷേ വഴിയിൽ കുറേ ഭയങ്കരമായ ആൾക്കാരെ കണ്ടെന്നും കടയിലെത്തിയപ്പോൾ ഓണർ പെട്ടെന്ന് പോകാൻ പറഞ്ഞു വിട്ടതാണെന്നുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മൗനത്തിൽ തന്നെയുള്ള അമ്മയുടെ അടുത്ത് വന്നിരുന്ന് പിണങ്ങല്ലേ അമ്മേ, ബൾബ് നാളെ എന്തായാലും മേടിക്കാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയും കുറച്ച് അയഞ്ഞ് കുഞ്ചുവിനെ പുണരുന്നു. എന്താ അമ്മയെ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ വായിൽ പഞ്ഞു തിരികെ കയറ്റുന്ന ആ കാഴ്ച. അമ്മയ്ക്ക് നല്ല മണമുണ്ട്, പൂക്കളുടേതുപോലെ.
എന്ന് കുഞ്ചുവിൻ്റെ വാക്കുകൾ കേട്ട് നമ്മൾ കാണുന്നത് മരിച്ചു പൂക്കളാൽ നിറഞ്ഞ ശവപ്പെട്ടിയിൽ കിടക്കുന്ന അവരെ. അതെ, കുഞ്ചുവിൻ്റെ അമ്മ. അവരാണ് മരണപ്പെട്ടതും തുടക്കത്തിൽ സുഖവും സഹായം ചേർന്ന് ഒരുക്കിയതും. അവരായിരുന്നു താനിപ്പോൾ മരിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിങ്ങിയത്. ജങ് യുഹി, അത് കുഞ്ചുവിൻ്റെ അമ്മയായിരുന്നു. ലൈറ്റ് ഷോപ്പിൻ്റെ ആ മായ ലോകത്ത് തൻ്റെ ഏക ആശ്രമമായ അമ്മയെ പുണർന്ന് സ്നേഹിക്കുമ്പോൾ വാതിലിൽ കൂടെ അവിടെ എത്തി നോക്കി നിൽക്കുന്നു സൂട്ട് കേസ് ലേഡി ലിജി. ജീവനോട് അവരെന്ന് സുമയുടെ അവസ്ഥ കണ്ട് പറഞ്ഞ വാക്കുകളും. അവരൊരുമിച്ചിട്ടുള്ളത് രണ്ടുപേർക്കും പരസ്പരം അറിയാവുന്നതുകൊണ്ടായിരിക്കില്ലേ? കുഞ്ചുവും അമ്മയുമത്തുള്ള ഈ കാഴ്ചകൾ കണ്ടിട്ട് തുടക്കത്തിലെ മോർട്ടീഷ്യൻ സുഗുവിൻ്റെ മൃതദേഹവുമായുള്ള സംഭാഷണം ഒന്ന് കേട്ടു നോക്കൂ. കണ്ണ് നനയിക്കുന്ന ലൈറ്റ് ഷോപ്പിലെ വളരെ ഇമോഷണലായ ഒരു എപ്പിസോഡായിരുന്നു ഔട്ട്സൈഡേഴ്സ്. കഴിഞ്ഞ വീഡിയോകളിലായി ചിന്നി ചിതറിക്കിടന്നിരുന്ന പല കാര്യങ്ങളും തുന്നിച്ചേർത്തിരിക്കുകയാണ് ഈ എപ്പിസോഡ് വഴി. ICUയിൽ നമ്മൾ കണ്ട 6 പേഷ്യൻസ്, അതേപോലെ അപ്പാർട്ട്മെൻറ്റിലെ ആ 6 മുറികൾ. അപ്പാർട്ട്മെൻറ്റ് ശരിക്കും എന്താണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലൈറ്റ് ഷോപ്പിലേക്ക് എത്തിയതിൽ സാംസണും കടക്കാരനും ബിജുവും, പുറമേ നിന്ന് നോക്കിയ ജീവനും. കിമ്മും സുമയും എത്തിയതായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആശുപത്രിയിൽ ഹെഡ് നേഴ്സ് മോണിറ്ററിലൂടെ വീക്ഷിക്കുന്ന രോഗികളുടെ എണ്ണം 8. അതിൽ 2 എണ്ണം പിങ്ക് കളർ. അത് കുറച്ചേറെ ശ്രദ്ധ പുലർത്തേണ്ട കിമ്മും സാംസണും. കിമ്മിനെ പരിശോധിക്കുമ്പോഴാണ് യോങ്ജിക്ക് ആരോ അവിടെ എത്തി കരയുന്നതായി തോന്നുന്നത്. കിം മുക്തനായി വരുന്നതിന് കാരണം അവരാണെന്നാണ് യോങ്ജി ഹെഡ് നേഴ്സിനോട് പറഞ്ഞത്. അതാരെന്ന് കണ്ടറിയാം. ഇനി അറിയേണ്ടത് 2 കാര്യം. 1, എന്താണ് ഈ ലൈറ്റ് ഷോപ്പ്? 2, അതിലെ ബൾബുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 3, അവിടെ വേട്ടയാടാൻ കറങ്ങി നടക്കുന്നവരാര്? ഒന്നുകൂടി, ഏതാണ് നഴ്സുമാർ 6-ാം മിനിറ്റിൽ പറഞ്ഞ ആക്സിഡൻറ്റ്? 4 ആയില്ലേ? കുഴപ്പമുണ്ടോ? അപ്പോൾ കാത്തിരുന്ന് കാണാം.